നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. പോലീസിനെതിരെ ഉയർന്നു വന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളായിട്ടും നടപടി സ്വീകരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകാതെ നോക്കുമെന്നും മുഖ്യമന്ത്രി LDF യോഗത്തിൽ വിശദീകരിച്ചു. 40 മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചു. CPI സമ്മേളനത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായെന്ന് ബിനോയ് വിശ്വം മുന്നണി യോഗത്തെ അറിയിച്ചു. വനനിയമ ഭേദഗതി തിരിച്ചടിയാകുമോ എന്ന ജനതാദൾ എസും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ കക്ഷിയോഗത്തിന് പിന്നാലെ LDF നേതൃയോഗത്തിലും പോലീസിനെതിരായ വിമർശനത്തിൽ മുഖ്യമന്ത്രി സ്വമേധയാ വിശദീകരണം നൽകുകയായിരുന്നു. പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടും കർശന നടപടി സ്വീകരിച്ചു. പോലീസിലാകെ പ്രശ്നമാണെന്ന തരത്തിൽ പർവ്വതീകരിച്ച് അവതരിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ലോക്കപ്പ് മർദ്ദനത്തെ സർക്കാർ അനുകൂലിക്കില്ല. പോലീസിൽ നിന്ന് വീഴ്ചയുണ്ടാകാതെ നോക്കുമെന്നും മുഖ്യമന്ത്രി LDF യോഗത്തിന് ഉറപ്പു നൽകി. ഇനിയിപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള കേസാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതെങ്കിലും കാരണക്കാരായി ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള നടപടി സ്വീകരിച്ചില്ലേ? ഒരു കാരണവശാലും പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാനോ പോലീസ് ലോക്കപ്പുകൾ മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കില്ല. ഗവൺമെന്റിന്റെ നിലപാടിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിൽ ഇപ്പോൾ തുടരുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ സർക്കാരിനും പോലീസിനുമെതിരെ വിമർശനങ്ങളുണ്ടായതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നണി യോഗത്തെ അറിയിച്ചു. വിമർശനങ്ങളുണ്ടായ വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നെന്ന മുഖവരോടെയാണ് ബിനോയ് വിശ്വം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വന്യജീവി ആക്രമണം തടയാൻ കൊണ്ടുവരുന്ന നിയമഭേദഗതി തിരിച്ചടിയാകുമെന്ന ആശങ്കയും LDF യോഗത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടു. ജനതാദൾ എസ് പ്രതിനിധികളാണ് ആശങ്ക അറിയിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരായവരെ പുറത്താക്കാൻ നീക്കമുണ്ടായാൽ പ്രതിരോധിക്കാനാണ് LDF തീരുമാനം. ഇസ്രയേൽ ആക്രമണം നേരിട്ട ഖത്തറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മാസം 23-ന് പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.